പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളെ അപകടമായ അവസ്ഥകളിലൂടെയൊക്കെ അങ്ങ് സംരക്ഷിച്ച് നയിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ മേഖലകളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് കർത്താവെ, മുന്നറിയിപ്പുകളും ചൂണ്ടുപലകകളും അപകടങ്ങളും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന് ഞങ്ങളെ നയിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സംരക്ഷണം ഏർപ്പെടുത്തി അങ്ങയെ കൂടെ നിർത്തി കൃപയില്, ഉദാശയില്, പ്രാർത്ഥനയില് വളരുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അങ്ങയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അങ്ങേ തിരുഹൃദയത്തില് സംരക്ഷിക്കപ്പെട്ട് അങ്ങയുടെ വചനത്താലും ജീവന്റെ ഉദാശകളാലും നിറയപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാല് മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ശുശ്രൂഷകളൊക്കെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധനയിൽ, നിത്യാരാധനയിലൊക്കെ ഒത്തിരി സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളും കൂട്ടുത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷ അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇതുവരെയും നമ്മുടെ ഈ കാർമൽ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. ഈ ചാനല് അനേകരിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന വിധത്തില് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം, നമുക്ക് പങ്കെടുക്കാം, നമുക്ക് ലൈക്ക് ചെയ്യാം. എല്ലാ കൃപകളും നിറച്ച് ദൈവം നമ്മയും നമ്മുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മേഖല മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട മേഖല തന്നെയാണ്. അതായത് ഇന്ന് ഞാൻ പറഞ്ഞു, മൊബൈൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പൈശാചിക പ്രവൃത്തി ശക്തമായൊരു വസ്തുവായിട്ട് മാറിയിരിക്കുന്നു. ഇന്റർനെറ്റും ഒക്കെ സംലഭ്യമായിരിക്കുമ്പോ അതിലൂടെ കടന്നു പോകുന്ന വഴികൾ ഇന്ന് നമ്മൾ കാണുന്ന മേഖല മൊബൈൽ കളികൾ എന്ന് പറഞ്ഞാല് റമ്മി കളി, അതോടൊപ്പം തന്നെ പല പല പൈസ മുടക്കിയുള്ള കളികൾ. ഇന്ന് അനേക മക്കൾ ഈ കളികളിൽ ചെന്നപ്പെട്ട് ലക്ഷങ്ങള്, കോടികള് കടബാധിതയായ മക്കളെ കുറിച്ച് കേൾക്കാനിടയിൽ കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്ത അനേക മക്കളെ ചെന്നറിയാം. ഇവൻ ചില വൈദികര് സംഭവിച്ച ദുരന്തം. പ്രിയപ്പെട്ട മക്കളെ, ഈ കളികളിൽ ചെന്നപ്പെട്ട് ആത്മഹത്യ ചെയ്തു പോയ വ്യക്തികൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, ഇത് ഭയങ്കര ഒരു മോഹന വാഗ്ദാനം. ഇപ്പൊ കിട്ടും, ഇത്ര വച്ച് ഇത്ര കിട്ടും. ചില കളികളുടെ പരസ്യത്തിൽ പറയും, ഇത് കളിച്ച് പൈസ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, സൂക്ഷിച്ച് കളിക്കുക. ഭയങ്കര സിനിമാ നടന്മാരെയും ഭയങ്കര സെലിബ്രിറ്റീസിനൊക്കെ വെച്ചാണ് ഇതിന്റെ പരസ്യവും പ്രൊമോഷനും ഞങ്ങളുടെ ഉണ്ട്. അവസാനം എഴുതിയിട്ടുണ്ടാവും, ഇത് നിങ്ങൾ തന്നെ വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റിയാണ്, പൈസ പോയാൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, സോ ഉത്തരവാദിത്വത്തോടു കൂടി കളിക്കണം. ഇത് ചതിയാ. നമുക്കറിയാം, ഒരു കളിയും നമ്മെ ജയിപ്പിക്കാൻ വേണ്ടി അമൽ ചെയ്യില്ല. കസിനോ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ, ഇതൊരു പൈശാചികമായ വശീകരണമാണ്. എന്താണ്, ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, അത് ഇരട്ടിക്കും, കിട്ടും എന്നുള്ള ചിന്ത വെച്ച് അവരിട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ മടങ്ങായി കിട്ടും. ഭയങ്കര തട്ടിപ്പാ, വശീകരണമാണ്. ഇതൊരു സ്പിരിറ്റാ, ധനാസക്തി. അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട് വശീകരിച്ച് പിശാച് കടക്കണി കൊണ്ടുപോയി പെടുത്തി. ഇന്ന് വിദേശത്തൊക്കെ കുറെ പേര് വിളിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കളികളുടെ ഒക്കെ പിന്നാലെ പോയിട്ട്. സ്വദേശത്തും വിദേശത്തും ഇന്ന് ഇന്റർനെറ്റും മൊബൈലും ഉള്ളതുകൊണ്ട് ഈ ലോകം മുഴുവൻ വൺ വേൾഡ് ആണ്, ഒരു കുടുംബം പോലെയാണ്. അതുകൊണ്ട് ഇത് എല്ലായിടത്തും സ്വാധീനിച്ചിരിക്കുന്ന പൈശാചിക പിടിയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. വെട്ടുകിടന്ന് ഇന്ന് നിരാശയില് പടുകുഴിയിൽ കടം കയറി ആത്മഹത്യക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഒത്തിരി. അവർക്കൊരു മോചനം കിട്ടും. ദൈവിക ശക്തിയിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടി കർത്താവേ അവരുടെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2,
ഇങ്ങനെയാണ് ഒരു കാലഘട്ടം, ഒരവസ്ഥ. അതിൽ നമ്മുടെ മക്കൾ ഇത് പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, കാശുണ്ടാക്കാൻ വശീകരണമായ ഒരു പ്രലോഭനമാണ്. അതിനുവേണ്ടി ലോൺ എടുത്ത് കടം വാങ്ങിച്ച് അത് വിറ്റ് ഉള്ളതൊക്കെ വിറ്റ് ഒത്തിരി നശിപ്പിച്ചു കളഞ്ഞ മക്കളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകമായ വിധത്തില് കർത്താവിന്റെ ഇടപെടലിനു വേണ്ടി, കർത്താവിന്റെ സംരക്ഷണത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി മൊബൈൽ കളികളുമായിട്ട് ബന്ധപ്പെട്ട് അടിമത്വത്തിന്റെ മേഖലകളെ തകർത്തെറിഞ്ഞ് അതിൽ പെടാതെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. വിട്ടുകിടക്കുന്ന അനേകം മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അവസ്ഥകളും കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ യോസപിതാവിന്റെ സ്വർഗത്തിന്റെ സഹായത്തില് ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിൽ പെടാതിരിക്കാനുള്ള ഒരു ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിലാർക്കും പെടാ മക്കളെ പെട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കെണി അത് ചെന്ന് പെടും. പ്രാർത്ഥിക്കാൻ നമുക്ക് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനന്തമായ സ്നേഹത്താൽ അങ്ങയോട് ചേർത്ത് പിടിച്ച് അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നാൽ കർത്താവേ, ഇന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ, ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോ ഒത്തിരി പൈശാചിക പ്രലോഭനങ്ങൾ, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ചില അടിമത്തങ്ങൾ കർത്താവേ, അതിലൂടെ അനേകം മക്കൾ നശിച്ചു പോയ സംഭവങ്ങള്, അനുഭവങ്ങള്, ഇതെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ മക്കളെ മോചിപ്പിക്കണം. പ്രത്യേകിച്ച് കർത്താവ്, ഇന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്ന മേഖല മൊബൈൽ കളികള്, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട കസിനോ, മൊബൈൽ റമ്മി കളി, അങ്ങനെ പല പല കളികളിലും പൈസ വെച്ച് കിട്ടുമെന്നുള്ള വ്യാമോഹത്തില് അതിലേക്ക് പൈസ ഇറക്കി കടം കയറി ഒത്തിരി എല്ലാം നഷ്ടപ്പെട്ട്, ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോയ അനേകം മക്കൾ ഈശോയെ, എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ കുടുംബസമാധാനം പോയി, വിവാഹം തന്നെ ഇന്ന് പോയി, ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ടു, കടം കയറി മുടിഞ്ഞു, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള് കർത്താവേ, ഇതിനോടകം ആത്മഹത്യ ചെയ്ത മക്കളുണ്ട്. എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവെ തിരിച്ചറിവ് നൽകി ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. കാരണം അതിൽ പെട്ടുപോകാനുള്ള വലിയൊരു പ്രവണത, സമ്പത്ത് പെട്ടെന്നുണ്ടാകും, അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങള്, അതിലേക്ക് നയിക്കുന്ന വശീകരണ പ്രൊമോഷൻസ്, പരസ്യങ്ങള്. സ്വയേ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അധ്വാനിച്ച് സമ്പാദിക്കട്ടെ. ഇതുപോലുള്ള ഉഡായിപ്പ് വഴികളിലൂടെ, വളഞ്ഞ വഴികളിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ധനമോഹം എല്ലാ തിന്മയുടെയും അടിസ്ഥാനമാണെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. കർത്താവേ, അതിലേക്കൊന്ന് വീണു പോകാതെ ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ അതിൽ നിന്നൊക്കെ അകറ്റി നിർത്തണമേ. സാത്താൻ കെണിപ്പെടുത്താതിരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഇതിനു മുമ്പിൽ സമർപ്പിക്കുക. നമ്മുടെ മക്കൾ ഇതിൽ നിന്നൊക്കെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അനുഗ്രഹം വൈദികരെയും സന്യസ്തരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഈ മേഖലയില് കർത്താവിന്റെ വലിയ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ചിന്തി
ദൈവിക ജ്ഞാനം നിറച്ച് ദൈവിക സംരക്ഷണത്തില് തിരുരക്ത കൊട്ട കെട്ടി ഞങ്ങളുടെ മക്കളെ ഈ അടിമത്തത്തിൽ നിന്നൊക്കെ വിടുവിക്കണമേ, വീഴാതെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, കടബാധ്യത ഏറി എല്ലാം നഷ്ടപ്പെടാതെ ഞങ്ങളുടെ മക്കളെ ഈ മൊബൈൽ കളികളിൽ നിന്നൊക്കെ സംരക്ഷിക്കണമേ. വിട്ടുപോയ മക്കളെ മോചിപ്പിക്കണം.